റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ശക്തമായ പോരാട്ടം കഴിഞ്ഞ് മടങ്ങുകയാണ്. കുറെ ആളുകൾ കൊല്ലപ്പെട്ട്, കുറെ ആളുകൾക്ക് മുറിവേറ്റി, കുറെ ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായി, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇപ്പോൾ നമ്മൾ നടത്തിയ ഈ രക്തരൂക്ഷിതമായ പ്രയാസകരമായ യുദ്ധമുണ്ടല്ലോ, അതിനേക്കാൾ ശക്തമായ ഒരു പോരാട്ടത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സഹാബത്ത് അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി. ഇനിയും ഒരു പോരാട്ടം, ഇപ്പോഴോ മുറിവേറ്റിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു, പട്ടിണിയാണ്, പ്രയാസത്തിലാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും. ആ സമയത്താണ് ഒരു പുതിയ പോരാട്ടത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവർ ഭയപ്പാടോടുകൂടി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ച ആ പോരാട്ടം പട്ടാളക്കാരോടോ ആയുധങ്ങളോടോ ഉള്ള പോരാട്ടമല്ല, അത് ഓരോരുത്തരും അവനവന്റെ മനസാക്ഷിയോട് നടത്തേണ്ട പോരാട്ടമാണ്. ഇന്ന് രാവിലെ പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാത്ത്, ഹയ്യാല ഫലാത്ത്, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന അല്ലാഹുവിന്റെ വിളി ഇന്ന് രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേട്ടപ്പോൾ, ആ വിളി കേട്ട പള്ളിയിൽ ചെന്ന് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ആ സൊഫിൽ നിന്ന് സുബഹി നമസ്കരിക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിച്ചു എന്ന ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുക. എന്നിട്ട് രണ്ടാമത് ചോദിക്കേണ്ടത്, ആ അല്ലാഹുവിന്റെ വിളിയാളം ഇന്നത്തെ പ്രഭാതത്തിൽ അല്ലാഹു ഒരു ദിവസത്തെ ആയുസ് കൂടി എനിക്ക് തന്ന് ഒരു ദിവസം കൂടി ജീവിക്കാനുള്ള അവസരം തന്നില്ലേ? ഞാൻ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഡോക്ടറുടെ ലേഖനം വായിച്ചു. രാവിലെ ഉറക്കിൽ നിന്ന് എണീറ്റ് കട്ടിൽ നിന്നും എഴുന്നേൽക്കുമ്പോ ഒരു മുസ്ലിം ആദ്യം പറയേണ്ട വാക്കെന്താണ്? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നത് എന്നത് വിശദീകരിക്കുന്നിടത്ത് ആ ഡോക്ടർ പറഞ്ഞ ചില കണക്കുകളുണ്ട്. ആ കണക്കെന്താ? ഇന്നത്തെ ദിവസം നമ്മൾ എണീറ്റല്ലോ, നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങി, ഇന്ന് രാവിലെ നമ്മൾ എണീറ്റു. നമ്മളെപ്പോലെ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ ഏകദേശം അദ്ദേഹം ഒരു കണക്ക് പറയുന്നുണ്ട്, അത്രയും ലക്ഷത്തോളം ആളുകൾ ഇന്ന് രാവിലെ എണീറ്റിട്ടില്ല. എന്താ എണീക്കാഞ്ഞത്? ഒന്നുകിൽ അവർ സ്ട്രോക്കോ മറ്റോ വന്ന് തളർന്ന് ആ കിടക്കയിൽ തന്നെ നിശ്ചലമായി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ രാത്രിയിലുണ്ടായ ഒരു അറ്റാക്കിന്റെ മറ്റേതെങ്കിലും അവസ്ഥയിൽ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണത്രേ ഓരോ ദിവസവും രാവിലെ അറിയാതെ, ബന്ധുക്കളും വീട്ടുകാരും അറിയാതെ വിളിച്ചുണർത്താൻ വരുമ്പോൾ തണുത്ത് മരവിച്ച് കടന്ന് ജീവിതത്തോട് യാത്ര ചോദിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് ഓരോ ദിവസവും ഉണ്ടാകുമ്പോൾ അതിൽ പെടാതെ ഒരു കുഴപ്പമില്ലാതെ ആ ബെഡിൽ നിന്ന് ഒരാൾ താങ്ങാതെ പിടിച്ചുയർത്താതെ സ്വയം എഴുന്നേറ്റ് നിന്ന് പുതിയ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് അല്ലാഹു തആല അനുമതി തരുമ്പോ അൽഹംദുലില്ലാ എന്നല്ലാതെ പിന്നെ എന്താ നമുക്ക് ഈ ലോകത്ത് പറയാനുള്ളത്? അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ ഈ ഒരു പ്രഭാതത്തിൽ അല്ലാഹു ആദ്യമായി നമ്മളെ വിളിച്ചു പറയുന്നത്, ഇതാ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരുന്നാൽ. ആ വാക്ക് കേട്ടിട്ട് അതിന് ഉത്തരം നൽകാൻ, പടച്ചോനെ നീ എനിക്ക് എന്തൊക്കെ തന്നു, അതുകൊണ്ട് നീ വിളിച്ച വിളി കേട്ട് ഞാൻ ഇതാ നിസ്കരിക്കാൻ വേണ്ടി വരുന്നു എന്ന മറുപടിയോടുകൂടി ആ പള്ളിയിലേക്ക് എത്താൻ നമ്മിൽ എത്ര പേർക്ക് കഴിഞ്ഞു, എത്ര പേർക്ക് കഴിഞ്ഞില്ല? ഈ കഴിയാത്ത ആളുകളോട് ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ, ഇന്ന് സുബൈക്ക് പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാൻ നമുക്കുണ്ടായ തടസ്സം എന്താണ്? അത് മൗലവി നിങ്ങൾ പറയും പോലല്ല, മരുതാണ്, ഇത് കാടാണ്, ഇവിടെയൊക്കെ പുലി ആനയും കരടിയൊക്കെ ഉണ്ട്. ഈ 5:15 ബാങ്ക് കൊടുത്താല് ആ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാല് പുലി പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത് എന്ന ഒരു കാരണം പറയാൻ നമ്മിൽ എത്ര പേർക്ക് പറ്റും? ഇവിടൊക്കെ പട്ടാളക്കാർ ആകെ 174 പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ സമയത്ത് പുറത്തിറങ്ങിയാല് വെടിവെച്ചു കൊല്ലും, അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത് എന്ന് പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? മൗലവി പറയും പോലെയല്ല, എന്റെ 2 കാലും കുഴഞ്ഞു പോയിട്ടുണ്ട്, രാവിലെ എണീറ്റാല് 2-3 മണിക്കൂർ കഴിഞ്ഞാല് കാല് നിലത്തേക്ക് കുത്താൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാൻ പള്ളി പോകാഞ്ഞത് എന്ന് കാരണം പറയാൻ പറ്റുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് സത്യസന്ധമാകുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കേണ്ടത് അവന്റെ മനസ്സിനോടാണ്. ആരാണോ തന്റെ മനസ്സിന്റെ മന്ത്രണം കേട്ട് തന്റെ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾക്ക് പിന്നാലെ പോയി അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ച് അതിക്രമം കാണിച്ച് ആര് ജീവിക്കുന്നോ അവന്റെ സങ്കേതം നരകമാകുന്നു. എന്നാൽ അതിന് നേർവിപരീതമായി ആരെങ്കിലും ഒരാൾ അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുകയും ശരിയിലേക്ക് ആ മനസ്സിനെ കൊണ്ടുപോവുകയും ചെയ്ത് ആ രൂപത്തിൽ ജീവിച്ചാൽ അവന്റെ സങ്കേതം സ്വർഗമായിരിക്കുമെന്നും പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു. അപ്പോ ഞാൻ പറഞ്ഞ ഒരു മനുഷ്യന്റെ യുവത്വം എന്ന് പറയുന്നത് ആ